ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഈ പ്രാർത്ഥിക്കാൻ ഓരോരുത്തർക്കും ഓരോ കാരണം ഉണ്ടെന്ന് പറയുന്ന പോലെ UK PR കിട്ടാത്ത എല്ലാവർക്കും ടെൻഷൻ അടിക്കാൻ ഓരോ ദിവസവും UK ഗവൺമെന്റ് ഓരോ കാരണം ഇട്ട് തരും കേട്ടോ. ഇന്നിപ്പോ പൊട്ടിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു ബോംബ് തന്നെ ആണ് എടുത്ത് പൊട്ടിച്ചേക്കുന്നത്. ഇപ്പോൾ ഹോം സെക്രട്ടറിയുടെ ഭാഷയിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ UK ഗവൺമെന്റിന്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ 50 വർഷത്തിനിടയ്ക്ക് ഇറക്കിയിരിക്കുന്ന ഏറ്റവും വിപ്ലവകരമായ ഒരു നിയമമാണിത്. അപ്പം ഞാനിന്ന് വർക്കൊക്കെ കഴിഞ്ഞു വന്ന് അപ്പോഴാട്ടോ ഞാൻ ഈ കാര്യം അറിയണത്. നോക്കിക്കഴിഞ്ഞപ്പോൾ എല്ലാവരും വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ദൈവമേ ഇത് നിയമമായോന്ന്. അത് മലയാളികളുടെ മുഖത്തല്ലാതെ കാണാനുണ്ട്. അപ്പൊ എല്ലാവരുടെ മുഖത്ത് ഒരു വിഷമമൊക്കെ. അത് കഴിഞ്ഞ് പിന്നെ ജസ്റ്റ് എന്താണെന്ന് അറിയാൻ വേണ്ടി ഒഫീഷ്യൽ സൈറ്റിൽ കയറിയിട്ട് ഡോക്യുമെന്റ് ഒക്കെ എടുത്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത്, ഓക്കെ നിയമമൊന്നും ആയിട്ടില്ല, സമയമുണ്ട് ഇച്ചിരിയും കൂടെയൊക്കെ, അതുവരെയൊക്കെ ഒന്ന് സമാധാനിച്ചിരിക്കാന്ന്. അപ്പോൾ നമ്മള് ടെൻഷൻ അടിച്ച് അങ്ങ് പീക്കിലെത്തുന്നതിന് മുന്നേ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ വൈറ്റ് പേപ്പർ പോളിസിക്ക് ഇറങ്ങിയപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഇത് ഇതുവരെ നിയമമായിട്ടില്ല. നിയമമാകും, പക്ഷെ ഇതിപ്പോൾ നിലവിലത് നിയമമായിട്ടില്ല. ഒരു കൺസൾട്ടേഷൻ ഡോക്യുമെന്റ് ആ ഒരു രീതിയിലാണ് ഗവൺമെന്റ് ഇത് മുന്നോട്ട് വെച്ചേക്കുന്നത്. വീഡിയോ പറയുന്ന നിയമമായി അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അത് മനസ്സിലാക്കുക, ഇതൊരു കൺസൾട്ടേഷൻ ഡോക്യുമെന്റ് ആണ്. ഒരു 60 പേജ് വരുന്ന ഒരു വലിയൊരു ഡോക്യുമെന്റ് ആണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഗവൺമെന്റിന്റെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് കാണുന്നുണ്ടോ എന്നെനിക്കറിയില്ല, അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ ഒരു കൺസൾട്ടേഷന് വേണ്ടിയിട്ട് നമുക്ക് ഫെബ്രുവരി 12, 2026 11:59 PM വരെ സമയമുണ്ട്. അപ്പോൾ ഈ ഒരു സമയം നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് യൂട്ടിലൈസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ അതിന്റെ അകത്ത് നമുക്ക് ഇതിന്റെ അകത്ത് തന്നെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിന്റെ അകത്ത് ഞാൻ കാണിക്കണേ, നിങ്ങൾക്ക് കാണാൻ പറ്റുണ്ടോന്ന് എനിക്കറിയില്ല. ഞാൻ റെസ്പോണ്ട് ചെയ്യാനായിട്ട് നമുക്കൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്, റെസ്പോൺസ് ലിങ്ക്. UK ഗവൺമെന്റ് നമ്മൾ ഈ ലിങ്ക് ഇതിന്റെ അകത്ത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആ ലിങ്കിൽ കയറി നമുക്ക് മാക്സിമം ഇപ്പൊ UK നമുക്ക് ഒത്തിരി മലയാളികളുണ്ട്, നമുക്ക് എല്ലാവർക്കും ഇതിന്റെ അകത്ത് റെസ്പോൺസ് ചെയ്യാൻ പറ്റും. നമ്മൾ ചുമ്മാ കൈയും കെട്ടി നോക്കിയിരിക്കണേലും നല്ലത് നമുക്കിതിൽ നമുക്ക് എന്താ പറയാനുള്ളതെന്ന്, ഇത് കൂടുതലൊന്നും എടുക്കില്ല, ഒരു അരമണിക്കൂർ താഴെയുള്ള സമയം നമുക്ക് നമുക്കത് അതൊന്ന് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും പറയാനുള്ള കാര്യം പറയാൻ പറ്റും. നിയമമാവാനൊക്കെ ഉള്ളത് എന്തായാലും നിയമമാവും. പക്ഷെ നമ്മളൊന്നും ചെയ്യാണ്ടിരിക്കുന്നില്ലല്ലോ. നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വിഷമം പറഞ്ഞത് കൊണ്ട് എന്താ പ്രയോജനം, ആകും എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് കൊണ്ട് എന്താ പ്രയോജനം? എന്തായാലും നമ്മളെല്ലാവരും ഇങ്ങോട്ടേക്ക് വന്നു. അപ്പൊ പിന്നെ നമ്മുടെ എല്ലാവരുടെയും നിലനിൽപ്പിനെ ബാധിക്കുന്ന ഒരു കാര്യമാണിത്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് ഈ വിഷമം പറയുന്നതിന് പകരം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. നമുക്ക് ചെയ്യാൻ പറ്റണ കാര്യമല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ അവരെ പോയി തീരുമാനം മാറ്റാനൊന്നും പറ്റത്തില്ലല്ലോ. ഇതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. വരുമല്ലോ ഒരു പ്രതീക്ഷ, എങ്ങാനും ബിരിയാണി കൊടുത്താലോ, ആ ഒരു രീതിയിൽ. അപ്പോൾ ആ റെസ്പോൺസ് എന്നുള്ള ലിങ്ക്, റെസ്പോണ്ട് ഓൺലൈൻ എന്ന് പറഞ്ഞിട്ട് ഒരു ലിങ്ക് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിത് പകുതി ചെയ്ത് വെച്ചേക്കുന്നത് കൊണ്ട് ഇങ്ങനെയാട്ടോ വരിക. ഇതിന് മുന്നേ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. ഒരു 20 മിനിറ്റ് ഉള്ള ഒരു സർവേ ആണ്, 20 to 30 മിനിറ്റ് എടുക്കുന്ന ഒരു സർവേ ആണ്. അതിനകത്ത് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതെല്ലാം ആൻസർ ചെയ്ത് പോവാം. പിന്നെ ഒരാൾക്ക് ഒറ്റത്തവണയാണ് ചെയ്യാൻ പറ്റുള്ളൂ. IP അഡ്രസ്സ് വെച്ചിട്ടായതുകൊണ്ട് ഒരാൾക്ക് ഒറ്റത്തവണയാണ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇത് മാക്സിമം നമ്മുടെ ഇടയിലുള്ള എല്ലാവരിലേക്ക്, അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നം ഫേസ് ചെയ്യുന്ന എല്ലാവരോടും ഷെയർ ചെയ്യാം, എല്ലാവരോടും ചെയ്യാൻ പറയാം, മാക്സിമം റെസ്പോൺസ് എത്തിക്കാനായിട്ട് നോക്കുക. അതാണ് ചെയ്യാനുള്ളൂ. പിന്നെ എൻ്റെ ഒരു അനുമാനപ്രകാരം ഇപ്പോ ഇവര് പറഞ്ഞേക്കുന്ന സമയം എന്ന് പറയുന്നത് ഫെബ്രുവരി 12, 2026 ആണല്ലോ. അതുവരെ നോക്കിയിരിക്കുന്നുണ്ട്. അല്ല, അതല്ല ഞാൻ പറഞ്ഞേ. ഇപ്പം ഈ 1 മാസം 2 മാസം ഒക്കെ ബാക്കിയുള്ളവരുണ്ടല്ലോ, അങ്ങനെയുള്ളവര് അത്യാവശ്യം ഒന്ന് സമാധാനമായിട്ട് കൂളായിട്ടിരിക്കെ. അതുവരെ ഒന്നും വരത്തില്ലായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഉള്ളൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇതീ പറയുന്ന പോലെ എല്ലാവർക്കും 15 വർഷം ആകും എന്നല്ല പറഞ്ഞേക്കുന്നത്. അവര് കൃത്യമായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അവര് ഉദ്ദേശിക്കുന്നത് അവർക്ക് വേണ്ടവരെ കൃത്യമായിട്ട് പിക്ക് ചെയ്തെടുക്കാനുള്ള ഒരു പരിപാടിയാണ്. പക്ഷെ ആവശ്യമുള്ളവരെ മാത്രം നിന്നാ മതി, അല്ലെങ്കിൽ ആവശ്യമുള്ളവർക്ക് പെട്ടെന്ന് കൊടുക്കാം, അവരവിടെ നിന്നോളും. ബാക്കിയുള്ളവർ പതുക്കെ നിന്ന് അവർക്ക് സൗകര്യമുള്ളപ്പോൾ തന്ന് ആ ഒരു പരിപാടി അവർ ഉദ്ദേശിക്കുന്നത്. മീൻസ് അവർക്ക് ഷോർട്ടേജ് ഉള്ള ഇപ്പൊ നഴ്സുമാര്, ഡോക്ടർമാര്, ഫ്രണ്ട് ലൈൻ സർവീസിൽ വരുന്ന ആൾക്കാര്, അവർക്കെല്ലാം ചിലപ്പോൾ 3 to 5 വർഷത്തിനിടയ്ക്ക്, അതുപോലെ തന്നെ ഹൈ ഇൻകം കാറ്റഗറിയിൽ വരുന്നവര്, പിന്നെ ഇവര് നോക്കുന്നത് സൊസൈറ്റിയിലേക്കും അതുപോലെ ഗവൺമെന്റിലേക്ക് വരുമാനം കൊടുക്കുന്ന, അല്ലെങ്കിൽ റവന്യൂ ജനറേറ്റ് ചെയ്യിക്കുന്ന, അല്ലെങ്കിൽ ഇത്ര പേർക്ക് സാലറി കൊടുക്കുന്ന, അങ്ങനെ വരുമ്പോ ആവശ്യമുള്ള സൊസൈറ്റിയിലേക്ക് ചെയ്യാൻ പറ്റും, കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആൾക്കാർ.
പിന്നെ ഇത് ഉടായ്പ കാണിക്കുന്നവർക്ക് കൊടുക്കരുത്, അല്ലെങ്കിൽ പിന്നെ സാലറി കുറവുള്ളവർക്ക് കൊടുക്കണ്ട, ആ ഒരു കൺസെപ്റ്റിലാണ് നമ്മള് 10 to 15 വർഷം എന്ന് പറയുന്നു ഇപ്പൊ ഡോക്യുമെന്റ് ഇതെടുത്തിട്ട് നമ്മൾ കറക്റ്റ് ആയിട്ട് വായിച്ചു നോക്കിയാൽ പറയും ശരിക്കും 30 വർഷം വരെ അവർ ടൈം പറയുന്നത്. ഇതുപോലെ ഹൈ പ്രയോറിറ്റിയിൽ വരുന്ന ഹൈ ഇൻകം കാറ്റഗറിയിലൊക്കെ വരുന്ന ആൾക്കാർക്ക് 3 to 5 വർഷത്തിനുള്ളിൽ കിട്ടും. അല്ലാത്തവർക്ക് ചിലപ്പോൾ 10 വർഷം എടുക്കും. പിന്നെ അതുപോലെ ഇപ്പൊ ടെമ്പററി ഷോർട്ടേജ് ഒക്കുപേഷൻ ലിസ്റ്റ് അല്ലെങ്കിൽ NVQ ലെവൽ 6 താഴെ വർക്ക് ചെയ്യുന്ന താഴെ ജോബ് റിക്വയർമെന്റ് വരുന്നവര്, അങ്ങനെയുള്ളവർക്ക് 15 വർഷം വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇനിയും പിന്നെയും പറയുന്നുണ്ട് അതുപോലെ എന്താ പറയുന്നത്, ബെനിഫിറ്റ്സ് ഒക്കെ ക്ലെയിം ചെയ്യുന്നവരാണെങ്കിൽ 20 വർഷം വരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. അതുപോലെ ഇല്ലീഗൽ ഇമിഗ്രൻസ് ആണെങ്കിൽ 30 വർഷം വരെ ക്രൈറ്റീരിയ വരുന്നുണ്ട്. എല്ലാ ക്രൈറ്റീരിയയും ചെക്ക് ചെയ്തിട്ടാണ് ഇവര് കൊടുക്കുള്ളൂ എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ ഒരു ഏൺ ചെയ്തെടുക്കുക എന്ന് പറയുന്ന ഒരു ആ ഒരു പോയിന്റ് ഓഫ് വ്യൂയിലേക്ക് വന്നു കഴിയുമ്പോൾ മെയിനായിട്ടും ശ്രദ്ധിക്കേണ്ടി വരുന്നത് ഒരു 4 പോയിന്റ്സ് ആയിരിക്കും. നമ്മൾ എത്രത്തോളം സൊസൈറ്റിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, എത്ര സാലറി നമ്മൾ ഏൺ ചെയ്യുന്നുണ്ട്, എത്ര ടാക്സ് അടയ്ക്കുന്നുണ്ട്, എത്ര NI അടയ്ക്കുന്നുണ്ട്, ക്രിമിനൽ റെക്കോർഡ്സ് അത് പിന്നെ അടുത്ത സെക്ഷനാണ് ക്രിമിനൽ റെക്കോർഡ്സും കാര്യങ്ങളൊന്നും ഉണ്ടാവരുത്, അങ്ങനത്തെ ആക്ടിവിറ്റീസിലൊന്നും ഉണ്ടാവാൻ പാടില്ല. പിന്നെ ബെനിഫിറ്റ്സ് ഒന്നും ക്ലെയിം ചെയ്യാണ്ടിരിക്കുക, അതൊക്കെ ഭാവിയിൽ പ്രശ്നമാകും. പിന്നെ എന്താ പറയുന്നത്, ഡെപ്സ് അങ്ങനെ ഒന്നും കീപ്പ് ചെയ്യാണ്ട് ഗവൺമെന്റ് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഡെപ്സുകളൊന്നും എടുക്കാണ്ടിരിക്കുക. പിന്നെ ലാംഗ്വേജ് റിക്വയർമെന്റ് പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇവിടുത്തെ സെറ്റിൽമെന്റോ മീൻസ് എത്ര നാൾ നമ്മൾ UK നിന്നു എന്നുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. എല്ലാം കൺസിഡർ ചെയ്യും. അപ്പം ഇപ്പൊ നമ്മൾ ഇതിനെക്കുറിച്ച് ഇരുന്ന് ഇങ്ങനെ കയറി പരിശോധിച്ചത് കൊണ്ടൊന്നും പ്രയോജനം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഇപ്പൊ ഈ പറയുന്നത് പോലെ ചിലപ്പോൾ ഇതിനകത്ത് കുറെ കാര്യങ്ങൾ ഇല്ലാണ്ട് വരും, അല്ലെങ്കിൽ ഇതിനകത്ത് ആഡ് ഓൺ ചെയ്തു വരും. ഇതൊരു കൺസിഡറേഷൻ മാത്രമാണ്, ഇതിന്റെ അകത്ത് മാറ്റങ്ങൾ എന്തായാലും വരും. അപ്പോൾ റൂളായി നമ്മുടെ മുന്നിലേക്ക് ആ റൂള് കിട്ടി കഴിയുമ്പോൾ നമുക്കിരുന്ന് ഓക്കെ ഇത് ഇന്നതൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കാം. അല്ലാതെ ഇപ്പോഴേ നമ്മൾ ഇതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് ടെൻഷൻ അടിച്ചിട്ട് ഇപ്പൊ ഞാൻ ഇപ്പൊ വന്നിട്ട് 3 വർഷം UK നിന്നതിന്ന് എല്ലാ വർഷവും ഓരോ റൂൾ ചേഞ്ച് വരുന്നുണ്ട്. ആദ്യത്തെ വർഷം വന്നതിനേക്കാളും 6 monthsലൊക്കെ വരുന്നില്ലേ? ആദ്യത്തെ വർഷത്തിൽ ജൂലൈ ഫസ്റ്റ് വീക്കിലാണ് കഴിഞ്ഞ വിസ റൂൾ മാറിയത്. ഇപ്പൊ എത്ര മാസമായി? അതിനുള്ളിൽ തന്നെ അടുത്ത വിസ റൂൾ ഇല്ലെങ്കിൽ ILRന്റെ റൂളുകൾ മാറിയില്ലേ? അപ്പൊ ഇത് വരില്ല എന്നൊന്നും പ്രതീക്ഷ കൊണ്ടൊന്നും ഇരിക്കുന്നതിൽ അർത്ഥമില്ല കേട്ടോ, വരുമായിരിക്കും. കാരണം ഈ ഫെബ്രുവരി എന്നൊക്കെ പറയുന്നത് എല്ലാ വർഷവും നമുക്കറിയാലോ, ഏപ്രിലൊക്കെ ആകുമ്പോൾ ഒരു ചേഞ്ച് വരുമല്ലോ. ഇവർക്ക് അത് ചെയ്യാതെ നിലനിൽപ്പില്ല, അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ഇവര്. അപ്പൊ അതൊക്കെ പ്രതീക്ഷ തന്നെ ഇരിക്കാം. പിന്നെ എന്താ പറയുന്നത്, ഒരാകെ വരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് എന്താണ് എന്ന് ഡിസൈഡ് ചെയ്യാനായിട്ട് വരുന്ന ഒരു പ്രശ്നം. നമുക്കിപ്പോൾ നേരത്തെ രീതിക്കൊക്കെ ആയിരുന്നെങ്കിൽ ഓക്കെ ഒരു 5 വർഷത്തെ വർക്ക് വിസയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ അടുത്തത് നമുക്ക് PR എടുക്കാം, അത് കഴിയുമ്പോൾ സിറ്റിസൺഷിപ്പ് നോക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു വീടൊക്കെ മേടിക്കാം, അങ്ങനെയൊക്കെ പ്ലാനിലൊക്കെ നിൽക്കുന്നവരെ ഓക്കെ ആ ഒരു പ്ലാനുമായിട്ട് നമുക്ക് അങ്ങനെ മുന്നോട്ട് പോകാമായിരുന്നു. പക്ഷെ ഇതിപ്പോ എന്താകും അടുത്തത് എന്നുള്ളതിനെ കുറിച്ച് വലിയ ധാരണയൊന്നും കിട്ടുന്നില്ല. അതിപ്പോ ഇവിടെ PR കിട്ടാത്ത എല്ലാവരുടെ സിറ്റുവേഷൻ അത് തന്നെയാണ്. അപ്പം അതാണ് ഇതിനെക്കുറിച്ച് ഇരുന്ന് ഇതിന്റെ നെഗറ്റീവ് സൈഡ് ഇങ്ങനെ പറയുന്നതിനേക്കാളും നല്ലത് ഈ ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണെന്ന് ഞങ്ങൾക്ക് തോന്നി. കാരണം അങ്ങനെ പറയുന്നതിൽ ഇപ്പൊ വലിയ അർത്ഥമൊന്നും ഇല്ല. മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ചെയ്യുക എന്നുള്ളതാണ് ഇപ്പൊ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ എന്തായാലും അവര് കൊണ്ടുവരാണ്ടിരിക്കൊന്നുമില്ല. നമ്മൾ അതിൻ്റെ അകത്ത് ഇപ്പൊ നമ്മൾ റെസ്പോണ്ട് ചെയ്താലും വലിയ പ്രയോജനമൊന്നും ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ റെസ്പോണ്ട് ചെയ്തു, അത് അവർ അക്കൗണ്ടബിൾ ആയിരിക്കും. മീൻസ് ഇത്രയും പേര് മാസമായിട്ട് ചെയ്ത് കഴിയുമ്പോൾ അതിനവർക്ക് റിപ്ലൈ തരണ്ടേ, അതേപോലെ അതനുസരിച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യങ്ങൾ വരും. അപ്പൊ അതാണ് നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അപ്പോൾ അത് മാക്സിമം ചെയ്യാനായിട്ട് നോക്കുക. മാക്സിമം ഈ കാര്യം ഷെയർ ചെയ്യുക, ഈ ലിങ്ക് ഷെയർ ചെയ്യുക, എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം. അതാണ് ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ മലയാളികൾ ചെയ്താൽ നമുക്ക് അത്ര ഉപകാരമായിരിക്കും ഒപ്പീനിയൻ പറയാന്നുള്ളത്. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ടെൻഷൻ അടിക്കാതിരിക്കുക, പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക. എന്തെങ്കിലുമൊക്കെ നല്ലതിന് വേണ്ടിയിട്ടായിരിക്കും എന്ന് വിശ്വസിക്കുക. അതെ, വരുന്നിടത്ത് വെച്ച് കാണാം. ഇപ്പോൾ ഒരാൾ മാത്രമൊന്നും അല്ലല്ലോ, എത്രയോ പേരിങ്ങനെ ഈ ഒരു കണ്ടീഷനിലേക്കൂടെ കടന്നു പോകുന്നു. നമുക്ക് നോക്കാം എന്താ വന്നേന്ന് വെച്ചാൽ. ഇപ്പോൾ ഞങ്ങളുടെ എപ്പോഴത്തെ ചിന്താഗതി എന്താന്ന് വെച്ചാൽ, ഇപ്പോൾ 3-4 വർഷം കഴിഞ്ഞ് കഴിയുമ്പോൾ ചിലപ്പോൾ ഇതൊന്നും ആയിരിക്കില്ല ഇവിടുത്തെ റൂള്, എൻ്റർലി ഡിഫറെന്റ് ആവാനാണ് സാധ്യത. അപ്പൊ നമുക്ക് അപ്പം ടെൻഷൻ അടിക്കാം. ആ ഒരു കണ്ടീഷനിലാണ് ഞങ്ങളിപ്പോ പോകുന്നത്. ഒരു 4 വർഷം മുന്നേ വിസ കിട്ടിയവരുടെ ചിന്താഗതി എന്തായിരിക്കും ഇപ്പൊ? ആ സമയത്ത് 5 വർഷത്തിൽ വിസ ആവുമെന്ന് പറഞ്ഞ് ഇപ്പൊ 1 വർഷം കൂടെ കഴിഞ്ഞാൽ PR കിട്ടും എന്നുള്ള സിറ്റുവേഷനിൽ വന്നിട്ട് ഇങ്ങനെ റൂൾ മാർക്ക് ചെയ്യുമ്പോൾ അതുകൊണ്ടൊന്നും നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ടെൻഷൻ അടിക്കാതിരിക്കുക, കൂളായിട്ടിരിക്കുക, പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക. ഈ ലിങ്ക് മാക്സിമം ഷെയർ ചെയ്യുക, റെസ്പോൺസ് പ്രോപ്പറായിട്ട്
എല്ലാവരും update ചെയ്യാൻ നോക്കുക. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി ആകും എന്ന് വിചാരിക്കുന്നു. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.